എല്ലാവർക്കും കേശുവിൻ്റെ വൃന്ദാവനത്തിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നെനിക്ക് വയ്യാണ്ടായ ഒരു ദിവസമായിരുന്നു. കേശുവിൻ്റെ പനിയും ജലദോഷമൊക്കെ മാറിയപ്പോഴേക്ക് കേശു അത് എനിക്ക് കൈമാറിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അമ്മ പറയണ കേൾക്കായിരുന്നു. അമ്മ പറയും ജലദോഷം വന്നാൽ അത് ആർക്കെങ്കിലും കൊടുത്താൽ മാത്രമേ അത് ആർക്കെങ്കിലും പകർന്നാൽ മാത്രമേ വന്നവർക്ക് കുറയുള്ളൂ എന്ന്. എന്തായാലും കേശുവിന് ജലദോഷ പനിയായിരുന്നു. അത് നേരെ എനിക്ക് കിട്ടിയപ്പോഴേക്കും മോൻ്റെ അസുഖമൊക്കെ ഒന്ന് മാറി വരണുണ്ട്. അപ്പോൾ ഇന്നലെ അതിനുള്ള ഗുളികയൊക്കെ കഴിച്ചുകൊണ്ട് കിടന്നപ്പോഴേക്കും ഞാൻ എഴുന്നേൽക്കാനായിട്ടൊക്കെ നല്ല ലേറ്റായി. 5:45 ആയി. അപ്പോൾ കേശൂർ ഇതൊക്കെ സംഭവങ്ങളൊക്കെ കൊടുത്തുവിടണ്ടേ. ഈവനിങ് സ്നാക്സ്, മോർണിംഗ് സ്നാക്സ്, ലഞ്ച് എല്ലാം കൊടുത്തയക്കണം. അപ്പോൾ രാവിലെ പെട്ടെന്ന് എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയതായി ഒരു ബ്രെഡ് ഇന്നലെ വാങ്ങിച്ചതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ബ്രെഡിൽ കുറച്ച് മൈദാമാവ് ഇങ്ങനെ ഒന്ന് കലക്കിയിട്ട് അതിലേക്ക് നമുക്കിപ്പോൾ കേശു പഠിക്കുന്ന സ്കൂളിൽ മുട്ടയൊന്നും അലൗഡല്ലല്ലോ. അപ്പോൾ മൈദാമാവ് കലക്കി അതിൽ ഉപ്പും പഞ്ചസാരയും കൂടെ ഇട്ടതിന് ശേഷം ഇതിനെ എടുത്ത് ഈ മാവ് അതിൽ മുക്കി ഇങ്ങനെ പൊരിച്ചു കോരി എടുക്കുന്നുണ്ട്. കേശുവിനത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മോർണിംഗ് സ്നാക്സ് ആയിട്ട് അത് കൊടുക്കാമെന്ന് വിചാരിച്ച്. ജലദോഷമായിട്ടിരിക്കുമ്പോഴേക്ക് ചായ കുടിക്കുമ്പോൾ, ചായ നല്ല ചൂടുവെള്ളം കുടിക്കുമ്പോൾ ഭയങ്കര ആശ്വാസമാണല്ലോ തൊണ്ടയ്ക്ക്. അയ്യോ, ചായ കുടിച്ചപ്പോൾ ഞാൻ ആർത്തിയോടെയാണ് ചായ കുടിക്കണത്. തൊണ്ട വേദനയായിട്ടൊന്നും തുടങ്ങിയില്ല, ചെറിയൊരു ഇറിറ്റേഷനേ ഉള്ളൂ. എന്നാലും ഒരു വല്ലാത്ത അവസ്ഥ. എനിക്ക് തലപ്പൊക്കി എണീക്കാൻ വയ്യാത്ത രീതിയിൽ ഞാൻ നിൽക്കുകയാണ്. പക്ഷെ നമുക്കങ്ങനെ കിടക്കാനായിട്ട് പറ്റൂലല്ലോ. അപ്പോൾ പിന്നെ അമ്മയില്ല ഇന്ന്. അമ്മ ഇന്നലെ രമ്യേച്ചിയുടെ അവിടെ പോയി. രമ്യ ചേച്ചിക്ക് അവിടെ സുഖമില്ലാതിരിക്കുകയായിരുന്നു, പിള്ളേർക്കും ഒക്കെ. അങ്ങനെ അമ്മ അങ്ങോട്ട് പോയിരിക്കുകയാണ്. അമ്മ ഇനി ഞായറാഴ്ച വരെ വരുള്ളൂ. ഇപ്പൊ കേശുവിനെ സ്കൂളിലാക്കിയപ്പോഴാണ് അമ്മയ്ക്ക് ഇതുപോലെ ഒന്ന് എവിടെയെങ്കിലും ഒക്കെ മക്കളെ വീട്ടിലൊക്കെ പോകാനായിട്ട് പറ്റണത്. അല്ലെങ്കിൽ അംഗൻവാടിയിലായിരുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ കടയിൽ പോയിട്ട് എത്തൂല. അപ്പൊ അമ്മയാണ് പോയി മോനെ വിളിക്കുന്നതും എല്ലാം. ഇപ്പോഴാണ് അമ്മ ഒന്ന് ഫ്രീ ആയത്. അതുകൊണ്ട് അമ്മ ഇങ്ങനെ ചെറിയ കാര്യം ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് ഇപ്പൊ അങ്ങോട്ടൊക്കെ പോകാനായിട്ട് പറ്റണുണ്ട്. അപ്പൊ ഇനി പറഞ്ഞില്ലേ, കേശുവിന് മോർണിംഗ് സ്നാക്സ് ഇതാണ് ഉണ്ടാക്കിയത്. അപ്പൊ ഇനി മോന് ആപ്പിൾ വേണമെന്ന് പറഞ്ഞു. ഇന്നലെ ഭയങ്കര ബഹളമായിരുന്നു, ആപ്പിൾ വേണമെന്ന്. അങ്ങനെ ചേട്ടൻ 2 ആപ്പിൾ വാങ്ങിച്ചിട്ട് വന്നു. ഭയങ്കര വില ആപ്പിളൊക്കെ. അപ്പൊ ഈ 2 ആപ്പിൾ വാങ്ങിക്കണമെങ്കിൽ തന്നെ നമ്മൾ കുടുംബം വിൽക്കേണ്ട അവസ്ഥയാണ്. അങ്ങനെ ഒരെണ്ണം ഇന്നലെ കിട്ടിയ പാടെ കഴിച്ച്. ചായ കുടിച്ച അയ്യേ, നല്ല ചായ തന്നെ. അങ്ങനെ കേശുവിനുള്ള മോർണിംഗ് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഞാനിതാ ഇവിടെ ബിരിയാണിക്കുള്ള ചോറ് വേവിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതിന് കുറച്ചൊരു ടൊമാറ്റോയും കൂടെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് ചോറ് അതിലിട്ട് കിണ്ടി എടുത്താൽ ടൊമാറ്റോ റൈസായിട്ട് കേശുവിന് കൊടുത്തുവിടാം. ആൾക്ക് പിന്നെ ഇത് ഭയങ്കര ഇഷ്ടവുമാണ്. അങ്ങനെ ഞാൻ അതും കൂടെ വെച്ച്, നമുക്ക് എളുപ്പപ്പണിയിൽ ഇതൊക്കെ മാത്രമല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കേശു ഉച്ചയ്ക്ക് ഇത് തന്നെയാണ് കൊണ്ടുപോകണത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ ഈ ഡ്രസ്സ് ചെയ്ത് നിൽക്കുന്നത് രാവിലെ എഴുന്നേറ്റ് മേലെ കഴുകി ഈ ഡ്രസ്സും കിട്ടതാണ്. അപ്പോൾ പിന്നെ കേശുവിനെ കൊണ്ടാക്കാനും ഒക്കെ ഈ ഡ്രസ്സ് തന്നെ മതിയല്ലോ. അപ്പോൾ എൻ്റെ രാവിലത്തെ ജോലികളൊക്കെ, മോന് കൊണ്ടുപോകാനുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അത്ര കാര്യങ്ങളെ ഉണ്ടാക്കിയോളെങ്കിൽ ഒരു കുന്ന് പാത്രം ആയിസെങ്കിൽ അതെല്ലാം ഒന്ന് കഴുകി വെച്ചിട്ട് വേണമല്ലോ പോകാനായിട്ട്. അങ്ങനെ ഞാൻ പാത്രങ്ങളൊക്കെ എല്ലാം കഴുകി വെച്ച് അടുക്കളയെ ഒതുക്കി കേശുവിനുള്ള പാൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അമ്മ പണ്ട് പറയണത് കേൾക്കാം, എവിടെയെങ്കിലും പോണ സമയത്ത് ഈ അടുക്കള ഒതുക്കാതെ പോയാൽ അപ്പോൾ അമ്മ പറയും, അമ്മയ്ക്കും ഞാൻ ജനിക്കുന്നതിന് മുമ്പേ അച്ഛമ്മ മരിച്ചു പോയായിരുന്നു. അപ്പോൾ അമ്മയും അച്ഛനും ഒരു സെപ്പറേറ്റാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴും അമ്മ പറയും, തിരിച്ചു വരുമ്പോഴേക്കും ആ വീട്ടിൽ വേറെ അമ്മായിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പാത്രങ്ങളൊക്കെ ഇട്ടിട്ട് പോവാം എന്ന് വിചാരിക്കാനും പറ്റൂല. കാരണം പോണ വഴിക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ തിരിച്ചു വരുമ്പോഴേക്കും അല്ല, ആൾക്കാർ വീട്ടിലോട്ടൊക്കെ വന്നാൽ അവർ പറയും അവൾക്ക് ഒരു വൃത്തിയില്ലാതെയാണ് അവൾ നടക്കണമെന്ന് പറയുമെന്ന് പറയും. അപ്പോൾ ഇതിങ്ങനെ കേട്ട് എനിക്ക് ടെൻഷനാണ്. നമ്മളെന്നും അടുക്കളയിൽ വീടൊക്കെ തൂത്ത് തുടച്ച് വൃത്തിയാക്കിയിട്ടായിരിക്കും എവിടെയെങ്കിലുമൊക്കെ പോകാനായിട്ടൊക്കെ. അല്ല, അങ്ങനെ ആയിരിക്കും നിൽക്കണത്. കഷ്ടകാലത്തിന് നമ്മൾ അന്ന് എന്തെങ്കിലും വെപ്രാളപ്പെട്ടിട്ട് പോകുമ്പോഴായിരിക്കും പോണ വഴിക്ക് എന്ത് പറ്റുമെന്ന് അറിയില്ലല്ലോ. എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ ആൾക്കാർ ഒരു 10 ആൾ വീട്ടിൽ വരുമ്പോഴേക്കും അവർ പറയൂലേ, ഈശ്വര ഈ പെണ്ണി കാണും പോലെയൊന്നുമല്ല, ഒരു വൃത്തിയും ഇല്ല എന്ന് പറയും. അതുകൊണ്ട് എനിക്കിനി ഒട്ടും നേരമില്ലെങ്കിലും അമ്മയുണ്ടെങ്കിൽ കുഴപ്പമില്ല, എനിക്ക് അങ്ങനെ കിട്ടിട്ട് പോവാമല്ലോ. അപ്പോൾ ആരും ഇല്ലെങ്കിൽ ഞാൻ എല്ലാം കഴുകി പറക്കി വൃത്തിയാക്കി വെച്ചിട്ടാണ് ഇറങ്ങണത്. അങ്ങനെ കേശുവിനുള്ള സ്നാക്സൊക്കെ റെഡിയാക്കി ഒരു ആപ്പിളും കൂടെ കട്ട് ചെയ്ത് അതിൽ വെച്ച് കൊടുത്ത്, പിന്നെ ഇനി മോന് കൊണ്ടുപോകാനുള്ള സംഭവങ്ങളെല്ലാം ഇനി എല്ലാം അടുക്കി പറക്കി ബാഗിനകത്തൊക്കെ ആക്കണം. അങ്ങനെ അടുക്കള വാതിലും ജനലും അടച്ച് ഗ്യാസും ഓഫ് ചെയ്തതിന് ശേഷമാണ് കേശുവിനെയും കൊണ്ടുപോകാനായിട്ട് ഇറങ്ങണത്.
അങ്ങനെ കേശുവിന് സ്നാക്സൊക്കെ ആക്കി ബുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ബാഗിലാക്കണം, പിന്നെ ടവലൊക്കെ മാറ്റി വെക്കണം, വെള്ളമൊക്കെ വെച്ച് എല്ലാം ഒക്കെ റെഡിയാക്കി ഇറങ്ങി. ഇനിതാ ഹാളിലെ ജനലും കൂടെയൊക്കെ അടച്ചു പൂട്ടി ഇറങ്ങണം. അമ്മ ഇല്ലെങ്കിലുള്ള ബുദ്ധിമുട്ട് ഇതൊക്കെയാണ്. വീടെല്ലാം അടച്ചു പൂട്ടി ഇറങ്ങണമല്ലേ. അങ്ങനെ കേശുവിനെ കൊണ്ടുപോകാനായിട്ട് ഇറങ്ങി. അപ്പോൾ ഇതാ അവരൊക്കെയും അവരെ മക്കളൊക്കെ കൊണ്ട് സ്കൂളിലാക്കിയിട്ടാണ് അവിടെ വന്ന് നിൽക്കണത്. എല്ലാവർക്കും ഈ ഒരു സമയമാകുമ്പോൾ ഇറങ്ങണമല്ലോ സ്കൂളിൽ പോകാനായിട്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ സ്കൂളിലോട്ട് പോവുകയാണ്. എന്തെന്തായാലും മഴ പെയ്തില്ല, അല്ലെങ്കിൽ കേശുവിനെ കൊണ്ടാക്കാനായിട്ട് ഇറങ്ങുന്ന സമയത്താണ് മഴ പെയ്യണത്. അങ്ങനെ നേരെ സ്കൂളിലെത്തി ഇനി കേശുവിനെ ക്ലാസ്സിലാക്കിയിട്ട് ഞങ്ങൾക്ക് നേരെ കടയിലോട്ട് പോകണം. അപ്പോൾ ഇന്ന് നല്ല ഉഷാറായിട്ടാണ് കേശു സ്കൂളിൽ പോയത്. ഞങ്ങൾ സ്കൂളിൽ നിന്നൊക്കെ ഇറങ്ങി. ആ റോഡാണ് അവിടുത്തെ ഭയാനകം എന്ന് പറയാനായിട്ട്. ഒരുപാട് വണ്ടികളും ആൾക്കാരും ഒക്കെ പോണതും ഈ സ്കൂൾ പിള്ളേരൊക്കെ വരുന്ന റോഡാണ്. റോഡിൻ്റെ അവസ്ഥ കണ്ടില്ലേ, നമ്മളിങ്ങനെ ഓഫ് റോഡ് പോകുമ്പോൾ ചാടിത്തുള്ളിയാണ് പോണത്. കേശു വരുമ്പോഴേ പറയും, അമ്മ അച്ഛാ ഓഫ് റോഡ്, അമ്മേ ഓഫ് റോഡെന്ന് പറയും. നമ്മളിങ്ങനെ ചാടിയല്ലേ പോവേണ്ടത്. അങ്ങനെ കേശുവിനെ കൊണ്ട് സ്കൂളിലാക്കിയിട്ട് നേരെ പതിവ് പോലെ കടയിൽ വന്ന്, അല്ലെങ്കിൽ കടയിൽ വന്ന ഉടനെ ഞാൻ ചേട്ടൻ ചിലപ്പോൾ 2 കടയിൽ തൂത്തിടും, ഞാൻ വിളക്ക് തേക്കും, വിളക്ക് പൂവൊക്കെ ഇട്ട് വിളക്ക് ഒരുക്കി വെക്കുമ്പോഴായിരിക്കും പുള്ളിക്കാരൻ വന്ന് വിളക്ക് കത്തിക്കുന്നത്. എന്നെനിക്ക് ഒന്നിനും വയ്യ, അതിലൂടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഭയങ്കര ഒന്നാമത്തെ വെള്ളഗൗരിയുടെ ശരീരവേദന, പിന്നെ കേശു തന്നിട്ട് പോയ ജലദോഷം എല്ലാം കൂടെ ആയപ്പോഴേക്കും നല്ലൊരു പണി കിട്ടി. ഉള്ളിൽ പനി ഉണ്ടാന്ന് അറിഞ്ഞുകൊണ്ട് നമുക്കിങ്ങനെ ഇങ്ങനെ തോന്നുമല്ലോ, ഒരു കിടുവലെന്ന് പറയുമല്ലോ, ആ സംഭവം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ എപ്പോഴും പറയും, പനിയാണെങ്കിലും എന്തെങ്കിലും ചെയ്യും, ജലദോഷം വന്നോണ്ടല്ലോ എന്നാൽ എന്തെങ്കിലും പറഞ്ഞാൽ പറയാം ഒരു ജലദോഷം വന്നിട്ടാണ് അവൾ ഇങ്ങനെയൊക്കെ കാണിക്കണമെന്ന് പറയും. പക്ഷെ അതുപോലെ ഒരു വൃത്തികെട്ട അസുഖം വേറെ ഇല്ല. ശരീരവേദന, തൊട്ടവേദന എന്നാ അസുഖം എന്ന് പറഞ്ഞ് ഒരാളെടുത്ത് പറയാൻ പോലും പറ്റൂല. അതിൽ നിന്നാണ് കേട്. അങ്ങനെ ഒരു അസുഖമാണ് ജലദോഷം. അപ്പോഴും ഇനി കുറച്ച് സമയം ഇരുന്നിട്ട് എന്തെങ്കിലും ചെയ്യുള്ളൂ. എനിക്കാണെങ്കിൽ ഇങ്ങനെ എപ്പോഴും വയ്യാന്ന് പറഞ്ഞ് ഒരുപാട് നേരം കിടക്കാനും ഭയങ്കര മടിയാണ്. എന്നുവെച്ചാൽ അതുമല്ല, നമ്മൾ പറയാം അയ്യോ പാവം ആ കൊച്ചിന് വയ്യ എന്ന് പറയണത് എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യമുള്ളൂ. വേറൊന്നുമല്ല, നമ്മളിങ്ങനെ പറയില്ലേ പാവം കുറണമെന്നാ. എനിക്കത് നമ്മളിങ്ങനെ അയ്യോ അവളൊരു വെറും പാവമാണ് കേട്ടാ എന്ന് പറയുമ്പോൾ എനിക്ക് നമ്മളിങ്ങനെ ഡീഗ്രേഡ് ചെയ്യും പോലെ തോന്നും. അവളുടെ അടുത്ത് അടുക്കാൻ പറ്റൂല, അവള് ഭയങ്കരമാണ്, അല്ലെങ്കിൽ അവള് ഭയങ്കര തൻ്റെടിയാണ് എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമാണ്. എനിക്കത് എന്നെ അങ്ങനെ പറയണതാണ് എനിക്കിഷ്ടം. അല്ലാണ്ട് അയ്യോ ഒരു പാവം എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കിയാണ് നമുക്ക് പിന്നെ അവരുടെ മുമ്പിൽ ഒന്നും ചെയ്യാൻ പറ്റൂല. നമുക്ക് അവർ പാവം കുട്ടി അല്ലെങ്കിൽ പാവം പെണ്ണ്, ഒരു പാവം ചേച്ചി, ആ ഒരു ഇമേജിൽ ഇരിക്കണം. അപ്പൊ അതുകൊണ്ട് സത്യം പറഞ്ഞ് എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഈ പാവം കൂറണത്. അങ്ങനെ ഇനി കുറച്ച് സമയം ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. പിന്നെ കുറേ ദിവസമായി മീൻ കൂട്ടിയിട്ടെന്ന് പറഞ്ഞാൽ അന്ന് ആ ചേച്ചി കുഞ്ഞുളിച്ച് തന്നപ്പോഴും അന്നൊരു ദിവസം മീൻ കൂട്ടിയതാണ്. പിന്നെ 2-3 ദിവസമായി. അതിന് മുന്നേ 1-2 ദിവസം മീൻ കൂട്ടിയില്ല. അപ്പൊ ഇന്ന് എനിക്ക് ഒത്തിരി ചോറും മീൻകറിയും മരിച്ചിനെയൊക്കെ ആയിട്ട് കഴിക്കണമെന്നുണ്ട്. അപ്പോൾ പറ്റുമെങ്കിൽ ഇവിടെ നിന്ന് മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകണം. പിന്നെ നമുക്ക് എന്തെങ്കിലും അസുഖം വന്നിരിക്കുമ്പോഴേക്കും നമ്മൾ കുറച്ചുകൂടെ പ്രൊഡക്റ്റീവായിട്ടൊക്കെ എന്തെങ്കിലും ചെയ്യാനായിട്ട് തോന്നും. അപ്പോൾ നമുക്ക് കുറേയൊക്കെ നമ്മൾ അസുഖം അങ്ങ് മറക്കും. നമ്മൾ കിടക്കാനത് ഈ ഒരു അവസ്ഥയിൽ കിടന്നാകൊണ്ടല്ലേ പിന്നെ എണീക്കാനേ പറ്റൂല. നമുക്കിന്ന് വീണ്ടും കിടക്കാൻ തന്നെ തോന്നിക്കൊണ്ടിരിക്കും. പിന്നെ എനിക്ക് ഇനിയിപ്പോൾ ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്യേണ്ട സമയം ഇപ്പോഴാണ്. ഞാൻ കടയിൽ വന്നിരുന്നിട്ടാണ് രാവിലത്തെ ഷോർട്സ് അപ്ലോഡ് ചെയ്യണത്. അപ്പോൾ ഇനി അത് അപ്ലോഡ് ചെയ്തിട്ട് കാണാം. അങ്ങനെ എൻ്റെ ഷോർട്സ് അപ്ലോഡ് ചെയ്യലൊക്കെ കഴിഞ്ഞ് ചേട്ടൻ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്ന് വിളക്കൊക്കെ കത്തിച്ചായിരുന്നു. അപ്പോഴേക്ക് കോർപ്പറേഷനിൽ നിന്ന് അവിടെ റോഡൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് അവരൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മുടെ കടയുടെ ഫ്രണ്ടിലാണ് ഇത്രയും ചവറ്. ഇതെന്താന്ന് വെച്ചാൽ നിൽക്കുന്ന ഒരു മരം കണ്ടില്ല, നമ്മൾ ബദാം മരം എന്ന് പറയുമല്ലോ, സംഭവം തണൽ മരവും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ എന്നും ഈ ഒരു കുട്ടയ്ക്ക് കാണും ചവറ്. മൊത്തം ഇങ്ങനെ വീണ് ഒരു ദിവസം എങ്ങാനും ഇവർ തൂക്കാൻ വന്നില്ലെങ്കിൽ ഉണ്ടല്ലോ, ആൾക്കാർ കണ്ടാൽ വിചാരിക്കും അയ്യോ എന്തോന്ന് ആ കടയുടെ ഫ്രണ്ടിൽ ചവറ്, അവർ തൂക്കിയ മാറിയൊന്നുമില്ലെന്ന്. എല്ലാ ദിവസത്തെ അവസ്ഥ ഇതാണ്. ഇവിടെ മാത്രമേ കാണുള്ളൂ ഇത്രയും ചവറ്. അങ്ങനെ അവിടെയൊക്കെ തൂത്ത് വൃത്തിയാക്കി ഇനി ഞങ്ങൾ കാപ്പി കുടിക്കാൻ പോകാനായിട്ട് ഇറങ്ങിയാണ്. ഞാൻ വീട്ടിൽ കാപ്പിയൊന്നും ഉണ്ടാക്കിയില്ല. ചേട്ടൻ പറഞ്ഞ് നിനക്ക് വയ്യെങ്കിൽ ഇനി മോനുള്ളത് മാത്രം ഉണ്ടാക്കിയാൽ മതി, നമുക്ക് പുറത്തുനിന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നമ്മുടെ കുളത്തൂർ ജംഗ്ഷനിലുള്ള പുട്ടുകടയിലോട്ടാണ് വന്നത്. ഞങ്ങൾ ഇന്ന് വരെ ഇവിടെ കഴിക്കാനായിട്ട് വന്നിട്ടില്ല. അപ്പോൾ ചേട്ടൻ പറഞ്ഞ് ഇന്ന് നമുക്ക് അവിടെ കയറി കഴിക്കാമെന്ന്. അവിടെ പുട്ടുകട എന്നുള്ള പേര് പോലെ തന്നെ അവിടുത്തെ ഫേമസ് പുട്ടാണ്. അപ്പോൾ എനിക്ക് പുട്ട് ഒത്തിരി പാടായതുകൊണ്ട് ഞാൻ ഇഡ്ഡലിയാണ് വാങ്ങിയത്, ചേട്ടൻ പുട്ട് വാങ്ങി. അപ്പോഴവിടെ തൈര് വട ഉണ്ടെന്ന് പറഞ്ഞ് തൈര് വട എടുത്തപ്പോഴേക്കും ഞാൻ പറഞ്ഞു ഒരെണ്ണം വാങ്ങിയാൽ മതി, ചിലപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും പിടിക്കില്ല, ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഒരു തൈര് വട വാങ്ങിയിട്ട് അതിനെ മുറിച്ച് 2ആയിട്ട് എടുത്ത്
അപ്പോൾ കഴിച്ചപ്പോൾ തന്നെ എന്തോ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ചേട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചേട്ടൻ പറയും ചേട്ടൻ്റെ അച്ഛൻ പണ്ട് പോറ്റി ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ തൈര് വട വാങ്ങിച്ചു കൊടുക്കുമെന്ന്. എന്തോ എനിക്കാണെങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. തൈര് വട കൊള്ളൂലെന്നല്ല ഞാൻ പറഞ്ഞത്, എനിക്കത് ഇഷ്ടമായില്ല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഞാൻ പിന്നെ ഒരെണ്ണമൊക്കെ ഇങ്ങനെ ഒരെണ്ണം എന്നല്ല, ഒരു ശകലം ഇങ്ങനെ കഴിച്ചിട്ട് തന്നെ എനിക്ക് എന്തോ പോലെ തോന്നി. അങ്ങനെ ഞാൻ നേരെ എടുത്ത് അത് ചേട്ടന് കൊടുത്ത്. ചേട്ടൻ അത് ഭയങ്കരമായിട്ട് ആസ്വദിച്ച് അത് ഫുള്ള് കഴിക്കുകയും ചെയ്ത്. അങ്ങനെ ഇനി അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ജലദോഷത്തിൻ്റെ ഒരു വയ്യായ്കയുണ്ട്. എന്നാലും നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ ചെയ്തല്ലേ പറ്റുള്ളൂ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ട് പിന്നെ എനിക്കിനി കടയിൽ പോയിട്ട് എന്തോന്ന് ഒരു ജലദോഷത്തിൻ്റെ ഗുളിക വാങ്ങിക്കണം. അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി നേരെ ജലദോഷത്തിൻ്റെ ഗുളിക വാങ്ങിക്കാൻ വേണ്ടി മെഡിക്കൽ സ്റ്റോറിൽ പോയി. അങ്ങനെ അവിടുത്തെ ചേച്ചി എനിക്ക് വീക്കോറലിൻ്റെ ഗുളികയാണ് തന്നത്. മിക്കവാറും ഞാൻ ജലദോഷത്തിന് അത് തന്നെയാണ് കഴിക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് ഗുളികയും വാങ്ങിച്ചുകൊണ്ട് ഇനി ഞാൻ നേരെ ചന്തയിൽ പോവുകയാണ്, കുളത്തൂർ ചന്തയിൽ പോയിട്ട്. ഇന്നത്തെ വിഴിഞ്ഞ ഓഫർ എന്താ വേണോ അവസാനം? ചൂര എത്ര? 100 രൂപ. എത്ര എണ്ണം? 5. നല്ല തിന്നല്ലേ? കൊത്തടിയ കണ്ണൻകുഴിയാള വാ, ഇതൊരു വേണം. കിട്ടിയാ? അപ്പം 100 രൂപയ്ക്ക് ഇതാ ചൂര കണ്ണൻകുഴിയുള്ള കാറിലാവും തന്നെ. ചൂര പോരെ? മീനും വിഴിഞ്ഞ കയറിച്ചാൽ പക്ഷേ കൂട്ടത്തിലുണ്ട്. ഞാൻ അവിടെയും കൂടെ നോക്കിയിട്ട് വരട്ടെ. ഞാൻ ചേച്ചി അയ്യോ എന്തൊരു കണവാ. ഒന്ന് മതിയാ? എത്ര കഴിച്ചത്? 300 അയ്യോ വേണ്ട, 200 ഇതെത്ര? രണ്ടും കൂടെ 300. നീ 200 കൊടുക്കോ? ചോരെണ്ണം മതി. എന്നും കിട്ടത്തില്ല ഇത്. ഒരെണ്ണം വെച്ചാൽ മതി. ആര് തിന്നാ ഇത്? 300 കൊണ്ട് 200 കൊണ്ടുപോ. 200 1 കിലോ ഉണ്ട്, പിടി കൊണ്ടുപോ. നല്ല സാധനം. 150 രൂപ വില മോളാ. ഞാൻ മോക്കായതൊന്നുമില്ല, എന്നും കിട്ടത്തില്ല. വേറെ വേണമെങ്കിൽ വാങ്ങിയിട്ട് പിന്നെ ചേച്ചിക്ക് പൈസ തന്നാൽ. പിന്നെ വരക്കം നടക്കൂല. പിന്നെ വല്ലപ്പോഴായിരിക്കും ഇങ്ങോട്ട് കയറണത്. ഞാൻ എനിക്ക് കട്ട് ചെയ്യാനെന്ന് ചാള വേണ്ട. ചൂര നല്ലത് തന്നെ. നല്ല ചൂര നീ കഴിച്ചിട്ട് പൈസ 100 രൂപ. ഇടിയുള്ളൂ. നല്ലത് തന്നെയല്ലേ? എനിക്ക് നിങ്ങളെ വിശ്വാസം ഞാൻ അവൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങോട്ട് നല്ല മീൻ മോള് കഴിച്ച് നോക്കും. അങ്ങനെ ചെയ്യുന്നല്ലോ, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അത് 2 വലുതി തന്നെ. ചേട്ടൻ പോയാ? ഉണ്ട്. മോൻ 100 200 കവർ കൂടെ തരാം. ഇന്ത്യ വേണോ? ഒരു ഇഞ്ചിയൊക്കെ വീട്ടിൽ കിടക്കണ ഒരു ഡോക്ടർ വീട്ടിൽ ഉള്ളതൊക്കെ അരക്കില്ല. കേട്ടോ മതി. അരക്കില എടുത്തില്ലേ? ഓ, അപ്പൊ എത്രയാണോ? അരക്കില പോട്ട് 50 മതി. ബാക്കി അല്ല, ഞാൻ വിളിച്ചത് 50 രൂപ. അപ്പോൾ ചന്തയിൽ നിന്ന് മീനൊക്കെ വാങ്ങിച്ച്, മീനും മരിച്ചിനെയൊക്കെ വാങ്ങിച്ചു. പക്ഷെ എനിക്ക് ഇപ്പൊ ഇനി വെക്കാൻ വയ്യ. ഇതൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇനി നാളെ അല്ലെങ്കിൽ വൈകുന്നേരമോ വെക്കാം. പിന്നെ കണ്ടില്ലേ നാരങ്ങ വാങ്ങിച്ചത്. ഇനിയിപ്പോൾ അടുത്ത മാസം വാവല്ലേ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്പോഴേ ഇതിനെ റെഡിയാക്കി വെച്ചാൽ അടുത്ത മാസം ആവുമ്പോഴേക്കും നല്ല കറക്റ്റ് പരുവായിട്ടിരിക്കും. അതുമല്ല അടുത്ത മാസം നാരങ്ങയൊക്കെ പോയി അടുക്കാൻ പറ്റും. നമ്മളെ കുടുംബം വിറ്റാൽ പോലും നാരങ്ങയും മാങ്ങയൊന്നും വാങ്ങിക്കാൻ പറ്റൂല. പിന്നെ ഇഞ്ചിയുടെ കാര്യത്തിൽ എനിക്ക് ഇപ്പോൾ നല്ല സമാധാനമുണ്ട്. മാങ്ങ ഇഞ്ചി ഉണ്ടല്ലോ, അത് ഒഴിച്ചിട്ട്
നമ്മൾ സാധാരണ ഇഞ്ചിക്കറി വെക്കണേക്കാളും നല്ല കിടിലൻ ഇഞ്ചിക്കറി വെക്കാം. ചേട്ടന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്, എനിക്ക് ആ മനുഷ്യന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്കിതൊന്നും പേടിക്കാനില്ലല്ലോ. അപ്പൊ ഇതിപ്പോ 1/2 കിലോ നാരങ്ങ 50 രൂപയായിരുന്നു, 1/4 കിലോ 35 രൂപയായിരുന്നു. പക്ഷെ പരിചയമുള്ള അങ്കിൾ ആയതുകൊണ്ട് എനിക്ക് 1/2 കിലോ 50 രൂപയ്ക്ക് തന്ന്. പിന്നെ മീന് ഞാൻ പറഞ്ഞില്ലേ കുറെ ദിവസമായി ചന്തയിലൊക്കെ പോയിട്ട്. അപ്പൊ മീൻ എല്ലാവരും പറയണുണ്ട് ഇഷ്ടം പോലെ മീനുണ്ടെന്ന്. പക്ഷെ പോവാൻ പറ്റാത്തോണ്ട് പോയില്ല. അപ്പൊ 2 കിടിലൻ ചൂര 100 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. കാണിച്ചത് കുളത്തൂർ ചന്ത ഞങ്ങളുടെ കടയുടെ അടുത്തുള്ള ചന്തയാണ്. ഞങ്ങളുടെ വീടിനടുത്തുള്ള ചന്ത അതല്ല, ഞാൻ എൻ്റെ പഴയ വീഡിയോയിലൊക്കെ കാണിക്കൂലേ, അതാണ് ചന്ത. അപ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ ചന്തയാണെന്നുണ്ടെങ്കിൽ അത് 9 മണിക്ക് ഒരു 9:15 കൂടിയിട്ട് 9:30 ആവുമ്പോൾ അതങ്ങ് പിരിയും. റോഡിലായതുകൊണ്ട് കുളത്തൂർ ചന്ത അങ്ങനെയല്ല, ഒരു 12 മണി വരെയൊക്കെ അവരവിടെ കാണും. അവിടെ എല്ലാവരെയും പരിചയക്കാരായതുകൊണ്ടാണ് ഇതുപോലെയൊക്കെ തരണത്. പിന്നെ ഞാൻ ആദ്യം മീൻ വാങ്ങിക്കാൻ പോയി ആ പയ്യനായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ മീൻ കൊണ്ട് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അവനെ കാണുമ്പോൾ അവൻ്റെ അടുത്ത് പോയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ അതൊരു മോശമല്ലേ. അങ്ങനെയാണ് അവിടെ ചെന്നിട്ട് പിന്നെ രണ്ടാമത് മീൻ വാങ്ങിച്ച ആ ചേച്ചി ഇതുപോലെയാണ്. മീനൊക്കെ ഉണ്ടെങ്കിൽ ചുമ്മാ ഇങ്ങനെ പൈസ പോലും അവർ നോക്കൂല, എടുത്ത് ഇങ്ങ് ഇട്ടതിന് പിന്നെ കൊടുത്താൽ മതി എന്ന് പറയും. അപ്പോൾ നമ്മളെപ്പോഴും അത് അങ്ങനെ ശരിയല്ലല്ലോ. ആ ചേച്ചി പിന്നെ വന്നിട്ട് ചിലപ്പോൾ ഞങ്ങൾ കൊടുക്കാൻ മറന്നു പോയാലുണ്ട് ചേച്ചി വന്ന് ചോദിക്കുകയില്ല. അങ്ങനെ ഒരു സ്വഭാവക്കാരിയാണത്. അപ്പോൾ അതാ നല്ല എനിക്കാണെങ്കിൽ കണവ കണ്ടിട്ട് ഭയങ്കര അതിശയമായിരുന്നു. എന്തോന്ന് വലിയ കണവതാ ഇത്. അങ്ങനെ 2 എണ്ണം 300 രൂപയ്ക്കുള്ളത് 2 എണ്ണം എനിക്ക് 200 രൂപയ്ക്കാണ് തന്നത്. പിന്നെ 2 ചൂരയുണ്ടല്ലോ അത് 100 രൂപ. ചൂര കണ്ടില്ലേ, നല്ല വലിയ ചൂരയാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ അതിൽ ഒരെണ്ണം 150 രൂപയൊക്കെ പറഞ്ഞ സമയം ഉണ്ടായിരുന്നു ഈ ട്രോളിങ് വന്ന സമയത്ത്. ഇപ്പോൾ പിന്നെ ചന്തയിൽ കുറേ ദിവസം കൊണ്ട് എല്ലാവരും പറയുന്നുണ്ട് മീനാണ്, ഇഷ്ടം പോലെ മീനുണ്ടെന്ന്. അമ്മ ഇവിടെ ചന്തയിൽ പോയിട്ട് പറയുന്നുണ്ട് അവിടെ നെത്തോലിയൊക്കെ 100 രൂപയ്ക്ക് വാരി കൊടുത്തെന്ന്. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു ഇതാണ് കല്ലങ്കണവയെന്ന്, പിന്നെ മനസ്സിലായി ഇതല്ല കല്ലങ്കണവയെന്ന്. അപ്പോൾ എനിക്കിനി അതൊന്ന് കഴിക്കണം എന്നൊരാഗ്രഹമുണ്ട്. കല്ലങ്കണവ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഈ മീനൊക്കെ ഇവിടെ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചാലും എല്ലാവരുടെ വീട്ടിലും ഇന്ന് ചാകരയാണ്. ഇഷ്ടം പോലെ മീൻ എല്ലായിടത്തും. വൈകുന്നേരം പറ്റുമെങ്കിൽ എഴുന്നേറ്റ് എനിക്കിനി കിടക്കാതെ പറ്റൂല. നമ്മളെ ഹെൽത്തും കൂടെ നോക്കണമല്ലോ. നമ്മൾ കിടന്നു പോയ കാര്യങ്ങളൊന്നും നടക്കൂല. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഗുളിക കഴിച്ചാൽ ഉറങ്ങി എണീറ്റാൽ മാത്രമേ കുറച്ച് കാര്യമുള്ളൂ. അപ്പൊ ഞാൻ ഇന്ന് പോയിട്ട് വീക്കോറലിന്റെ ഗുളികയും കൂടെ വാങ്ങിച്ചു ആ ചേച്ചി മെഡിക്കൽ സ്റ്റോറിൽ നിന്ന്. അപ്പൊ ചിലപ്പോൾ നിങ്ങളൊക്കെ ചോദിക്കാം അങ്ങനെയൊന്നും കഴിക്കില്ലേ നിജി നേരെ ഹോസ്പിറ്റലിൽ പോണേന്ന്. സത്യം പറഞ്ഞാൽ കുടുംബം വിറ്റാൽ പോലും ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ പറ്റൂല, അത്ര പൈസയാണ്. നമ്മളെ തൊട്ടടുത്തുള്ള ഒരു ക്ലിനിക്കിൽ പോയാൽ തന്നെ ഇപ്പൊ മിനിമം 2000 രൂപ ഒരു പ്രാവശ്യം നമ്മൾ കൺസൾട്ടേഷൻ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്ക് തീരും. അപ്പൊ അതിന്റെക്കാളും നമുക്ക് കുറച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയാൽ മതിയല്ലോ. ഇതിപ്പം ഞാൻ പറഞ്ഞതുപോലെ സാധാ ജലദോഷമാണ്. പക്ഷെ ജലദോഷം വരുമ്പോഴാണല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഇതിനൊക്കെ കൊണ്ട് തലവെച്ച് കൊടുത്ത് ചുമ്മാ പിന്നെ എനിക്ക് മരുന്ന് കഴിക്കാനും ഭയങ്കര മടിയാണ്, എനിക്ക് പേടിയാണ്. കുറേ മരുന്നുകൾ എൻ്റെ ഈ ബോഡിയിൽ ശരിക്കും മരുന്നുകൾ ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി അങ്ങോട്ട് പോകും തോറും അതിന്റെ സൈഡ് എഫക്ട്സുകൾ ഉണ്ടാവും എന്നൊക്കെ ഒരു പേടിയും എനിക്കുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ മാക്സിമം മരുന്ന് കഴിക്കാതെയൊക്കെ നോക്കണത്. അതുകൊണ്ട് എനിക്ക് കേശുവിന് ഒരുപാട് മരുന്നുകൾ കൊടുക്കണതിനോട് വലിയ താല്പര്യമില്ല. നമ്മൾ കൊച്ചുങ്ങളെയൊക്കെ എന്തിനിങ്ങനെ ഇഷ്ടംപോലെ മരുന്നുകൾ കൊടുക്കണമെന്ന് തോന്നും. അപ്പോൾ മീനിന്റെ ചാകരയായിരുന്നു ഇനി ഈ മീനിനെല്ലാം ഫ്രിഡ്ജിൽ കയറ്റിട്ട്. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഈ കണവ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലാണ്. അടുക്കള മൊത്തം നാറ് പോലെ തോന്നുന്നു. കണവയായിരുന്നാലും ഞണ്ടായിരുന്നാലും കൊഞ്ചായിരുന്നാലും അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഇനി ഇതൊക്കെ കൊണ്ട് ഇപ്പോഴേ കത്തിച്ച് കളഞ്ഞില്ലെങ്കിൽ അവിടെ ഭയങ്കര സ്മെല്ലാണ്. ഒരു നാരങ്ങ എടുത്ത് പിഴിഞ്ഞു കുടിച്ചിട്ട് കിടക്കാം. ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു ചിലപ്പോൾ എന്നെ വിളിക്കുമ്പോൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ബോധമില്ലാതെ ഉറങ്ങും, ഗുളികയും കൂടെ കഴിച്ചിരിക്കണോണ്ടേ. പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ വീക്കോറലിന്റെ ഗുളികയും കഴിച്ചു. അപ്പൊ ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു വിളിച്ചിട്ട് ഞാൻ എടുത്തില്ലെങ്കിൽ എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണേ എന്ന് പറഞ്ഞു. അങ്ങനെ ബോധം കെട്ട് ഉറങ്ങും എന്ന് പറഞ്ഞാലും ഫോൺ വിളിക്കുന്നതൊക്കെ ഒറ്റ വിളിയിൽ ഞാൻ എഴുന്നേക്കും. എന്നാലും പറയാൻ പറ്റൂല. നമ്മൾ ഈ പറയും പോലെ നമ്മൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് ആനയാണ് പൂനെയാണെന്നൊക്കെ പറഞ്ഞാലും ഓരോരോ സാഹചര്യം വരുമ്പോഴേക്കും പറയാൻ പറ്റൂല, ഉറങ്ങിപ്പോവും. ഉറപ്പായിട്ട് ഞാൻ ഉറങ്ങണം. കുറെ നാളെ നാരങ്ങയൊക്കെ ഭയങ്കര വില ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ഇടയ്ക്ക് വെച്ച് ചന്തയിൽ എല്ലാ ദിവസവും പോകുമ്പോൾ എല്ലാ ദിവസവും 10 രൂപയ്ക്ക് നാരങ്ങ വാങ്ങിച്ചുകൊണ്ട് വരും. ഞാനും അമ്മയും കൂടെ കലയ്ക്ക് ഒരു കൂടിയുണ്ട്. ഇപ്പൊ ഇത് കാണുമ്പോ അമ്മ വിചാരിക്കും കണ്ട അവള് നാരങ്ങ വാങ്ങിച്ചത്. അമ്മയ്ക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടമുണ്ട് ഈ നാരങ്ങ വെള്ളം കുടിക്കുന്നത്. ഞാനിങ്ങനെ നാരങ്ങ പിഴിഞ്ഞ് ചിലപ്പോഴാണെങ്കിൽ
അതിൽ നമ്മൾ ലെമൺ ജ്യൂസ് അടിക്കും. ഇത് ഇട്ട് ഇതിൻ്റെ ഒരല്പം ഇതിൻ്റെ തോടും ഇട്ട് ഇഞ്ചിയും കൂടെയൊക്കെ ഇട്ടിട്ട് അടിച്ചു കുടിക്കും. എനിക്കാണെങ്കിൽ തണുത്ത വെള്ളത്തിൽ കുടിക്കുന്നതാണ് ഇഷ്ടം. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം ശരിയല്ലാത്തതുകൊണ്ട് തണുത്ത വെള്ളം എടുക്കണില്ല. അപ്പം ഞാൻ പഞ്ചസാരയും ഉപ്പും കൂടെ ഇടും. അത് ഞങ്ങളുടെ നമ്മളെ കടയിൽ ഓപ്പോസിറ്റ് ഒരു പൂക്കട ഉണ്ടായിരുന്നല്ലോ. മുമ്പ് വേറൊരു അമ്മയായിരുന്നു, വേറൊരു 2 പേരായിരുന്നു ആ പൂക്കട ഇട്ടിരുന്നത്. അപ്പം അവർക്ക് അവിടെ നാരങ്ങ വെള്ളം എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ കൂടെ കടയിൽ ഓപ്പോസിറ്റ് അല്ലേ, കൂടെ അല്ല മിക്കവാറും ദിവസങ്ങളിൽ അവിടെ പോയി നാരങ്ങ വെള്ളം കുടിക്കും. അപ്പൊ അവിടുത്തെ അമ്മ നാരങ്ങ വെള്ളം അടിച്ചു തരും. ഇതുപോലെ നല്ല മൺകലത്തില്, അവർക്ക് ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിലെ വെള്ളമല്ല അവരെടുക്കുന്നത്, മൺകലത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അത് നല്ല തണുപ്പിച്ച് വെച്ചിരിക്കും. അതെടുത്തിട്ട് ഉപ്പും പഞ്ചസാരയും കൂടിയൊക്കെ ഇട്ട് അടിച്ചു തരും. ചിലപ്പോൾ സോഡ നാരങ്ങ വെള്ളം, ചേട്ടനാണെങ്കിൽ സോഡ നാരങ്ങ വെള്ളം കുടിക്കുള്ളൂ. അല്ല, സൂപ്പർ നാരങ്ങ വെള്ളം. ഒന്നാമത്തെ കാര്യം നാരങ്ങ നല്ല നാരങ്ങയായിരുന്നു. ചെറിയ വാടലൊക്കെ ഉണ്ടെങ്കിൽ പാടാണ്. രാവിലത്തെ കാപ്പി കൂടി അങ്ങനെ ഇങ്ങനെ കഴിഞ്ഞ്. ഒന്നുമില്ല, ഞാൻ ചേട്ടനടുത്ത് പറഞ്ഞു ഉച്ചയ്ക്ക് ഞാൻ എന്തായാലും വെക്കൂല, അപ്പൊ ചേട്ടനും നീ വെക്കണ്ട, നീ റെസ്റ്റ് എടുത്തു എന്ന് പറഞ്ഞു. നമ്മൾ കിടന്നുപോയാൽ അറിയാമല്ലോ കാര്യങ്ങളെല്ലാം. പിന്നെ വേറൊരു കാര്യം, കേശുവിന് നാളെ സ്കൂളില്ല, ശനിയാഴ്ചയല്ലേ, അതുകൊണ്ട് സ്കൂളിൽ പോകണ്ട. ഞാൻ പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരൻ്റെ അടുത്ത്. ഉച്ചയ്ക്ക് ഞാൻ ഇപ്പൊ തന്നെ സമയം മണി 11 അപ്പം ഇനി ഉച്ചത്തേക്ക് ചോറ് വെക്കണില്ല, ചേട്ടൻ കഴിക്കണമെങ്കിൽ പുറത്തുനിന്ന് കഴിക്കണേന്ന് പറഞ്ഞു. ആളങ്ങനെ കഴിക്കൂല. ഇപ്പൊ ലേറ്റായിട്ട് കാപ്പി കുടിച്ചോണ്ട് ഇനിയിപ്പോ വൈകുന്നേരം ചായ എന്തെങ്കിലും കുടിക്കുള്ളൂ. ചായ കുടിക്കുമ്പോഴത്തേക്ക് ഒരു ബറോട്ട വാങ്ങിച്ചു തിന്നോളെ, അല്ലെങ്കിൽ 2 വട കഴിക്കും. എന്നിട്ട് പറയും ഡയറ്റ് എന്ന്. ഞാനും അമ്മയും എപ്പോഴും കളിയാക്കുകയും ചെയ്യും, വഴക്കുറയും ചെയ്യും. വീട്ടിൽ നിന്ന് ചോറ് കഴിക്കൂല, ഇതുപോലെ വാങ്ങിച്ച് കഴിക്കും. അപ്പൊ ഞാൻ 11 മണിയായി, 12, 1 മണി വരെ 2 മണിക്കൂർ ഉറങ്ങണമെന്ന് പറഞ്ഞാണ് കിടക്കാൻ പോണത്. ചില സമയത്ത് ചെന്ന് കിടന്നാൽ ഉടനെ ഉറങ്ങും. ചിലപ്പോ ഈ ഫോണിൽ കുത്താൻ തുടങ്ങിയാലേ ഉറങ്ങൂല. അങ്ങനെ അങ്ങ് കിടക്കും. അങ്ങനെ കുറച്ച് സമയം ഉറങ്ങാന്ന് പറഞ്ഞ് കിടന്നിട്ട് അധികം ഉറങ്ങാനൊന്നും പറ്റിയില്ല. എന്നാലും ഒരു അരമണിക്കൂറൊക്കെ നന്നായിട്ട് ഉറങ്ങിയെന്ന് തോന്നുന്നു. അപ്പോഴേക്ക് കേശുവിനെ വിളിക്കാൻ പോകാനായിട്ടുള്ള സമയമായി. അപ്പോൾ ഈ മുഖം കടുത്തിരിക്കണമെന്ന് ഞങ്ങൾ ഇങ്ങനെ നോക്കിയത്. അങ്ങനെ ചേട്ടനും വന്നായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ കേശുവിനെ വിളിക്കാനായിട്ട് സ്കൂളിലെത്തി. അപ്പോൾ 2:30 ആകുമ്പോഴേക്കും ഞങ്ങൾ സ്കൂളിലെത്തും. 2:45 കഴിയും മോനെ വിടുമ്പോഴേക്കും. അപ്പം ഞങ്ങളായിരുന്നു ഇന്ന് ആദ്യം വന്നത്. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്ക് പിള്ളേർ ഓരോരുത്തരായിട്ട് ഇറക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇറങ്ങി വരുമ്പോഴേക്കും നോക്കും, ഞങ്ങളവിടെ ഉണ്ടോ എന്ന് നോക്കും. പിന്നെ ഇനി വണ്ടിയിൽ കയറിയാൽ വീടെത്തണത് വരെ സ്കൂളിലെ വിശേഷങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട. പിന്നെ അവൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്കൊന്ന് സമാധാനം താ ഇങ്ങനെ പറയും. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ഉടനെ ഡ്രസ്സൊക്കെ ഊരി കളഞ്ഞ് അവനൊന്ന് ഫ്രീ ആവണം. അതാണ് കേശുവിൻ്റെ ആദ്യത്തെ ഇത്. ഒന്നാമത് ആ കാലിൽ ഷൂവും സോക്സും ഒക്കെ ഇട്ട് നിൽക്കണതല്ലേ. അപ്പോൾ വന്ന ഉടനെ മേലൊക്കെ കഴുകിയിട്ട് എന്തെങ്കിലും അപ്പോഴവൻ എന്തേലും ഒന്ന് കഴിക്കണം. അപ്പോൾ മിച്ചറോ ചിപ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അങ്ങനെ ചേട്ടൻ കടയിൽ പോയി. അപ്പോഴേക്ക് അതുവരെ നല്ല വെയിലും അന്തരീക്ഷമായിട്ട് നിന്നതാണ്. പെട്ടെന്നൊരു കോള് കൊണ്ടങ്ങ് കയറി. ഭയങ്കര കാറ്റുമായിരുന്നു. അങ്ങോട്ട് മഴ തകർക്കാനായിട്ട് തുടങ്ങി. കുറേ സമയം നിന്ന് മഴ, ഭയങ്കര ഇരുളമായിരുന്നു. എന്നിട്ടാണ് അങ്ങ് മഴ തകർത്തത്. ഒരു 1.5 മണിക്കൂറോളം ഉറങ്ങാനായിട്ടൊക്കെ പറ്റി. എന്നാലും നല്ലപോലെ ഉറങ്ങാനൊന്നും പറ്റിയില്ല. നമ്മൾ പ്രത്യേകിച്ച് ഒറ്റയ്ക്കായിരിക്കുമ്പോഴേക്കും ഉറങ്ങാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടാണല്ലോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഫോൺ കോളൊക്കെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെയൊക്കെ ആയിട്ട് എന്തായാലും കുറച്ചൊന്നും ഉറങ്ങി വെച്ചിട്ട് ഞാൻ കുറച്ചും കൂടെ ഒന്ന് ഫ്രഷ് ആയിട്ടുണ്ട്. അങ്ങനെ കേശുവിനേക്ക് വിളിച്ചുകൊണ്ട് വന്നു. ചേട്ടൻ വന്ന സമയത്ത് പറഞ്ഞ ലുലുവിൽ കയറി. ഞാൻ പറഞ്ഞില്ലേ കേശുവിന് ആപ്പിൾ വേണമെന്ന് പറഞ്ഞു. അവിടെ ആകുമ്പോൾ എന്തെങ്കിലും ഓഫർ കാണും. അങ്ങനെ ആപ്പിൾ വാങ്ങിച്ച്. പിന്നെ നമ്മൾ എണ്ണയൊക്കെ തീർന്നില്ല, കുറച്ച് എണ്ണ ഉണ്ടായിരുന്നു. അങ്ങനെ കേരാ സ്വാദിൻ്റെ എണ്ണയാണ് മിക്കവാറും. ഇപ്പോൾ അത് തന്നെയാണ് വാങ്ങുന്നത്. അങ്ങനെ 3 ലിറ്റർ എണ്ണ വാങ്ങി. പിന്നെ സവോള, തക്കാളി, പച്ചമുളക്, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് വന്നത്. കൊച്ചുള്ളി വാങ്ങിക്കുന്ന സമയത്ത് ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറയും, വലിയ ഉള്ളി ആണെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതിയത്. കൊച്ചുള്ളി എന്ന് പറഞ്ഞാലും അത് തെറ്റാണ് അഴിക്കാനായിട്ട് പാടും. എനിക്ക് തീരെ നമ്മൾ പിച്ചി വരുമ്പോൾ പോലത്തെ ഇതുണ്ടല്ലോ,
ഇങ്ങനത്തെ ഉള്ളിയാണ് എനിക്ക് ഇഷ്ടം. ഇതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്ത് ഇതിനെ ഒന്ന് ക്ലീൻ ആക്കി തോലൊക്കെ ഉരിച്ചെടുക്കാനായിട്ട് പറ്റുമല്ലോ. ചിലത് ഞാൻ പറഞ്ഞത് പിച്ചിരുമ്പ് പോലത്തെ കൊച്ചുള്ളിയില്ലേ, എനിക്ക് അത് കണക്കൊരു ദേഷ്യം വേറെ ഇല്ല, ഭയങ്കര ദേഷ്യമാണ്. അപ്പോൾ ഞാൻ ചേട്ടനാണ് ഉള്ളിയൊക്കെ വാങ്ങണമെങ്കിൽ കൊച്ചുള്ളി വാങ്ങിക്കുന്ന സമയത്ത് ഞാൻ ചോദിക്കും വലുതാണോ ചെറുതാണോ, വലുതാണെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി, ചെറുതാണെങ്കിൽ വാങ്ങിക്കേണ്ടതാണ്. അപ്പോൾ ഒത്തിരി വലിയ ഉള്ളി ഇട്ട്. പക്ഷെ ഗുണം കൂടുതൽ നല്ല കുഞ്ഞുള്ളി ഉണ്ടല്ലോ, അതിനാണെന്നാണ് തോന്നുന്നത്. എളുപ്പം ഇതാണ്. പിന്നെ സവാള 1 കിലോ, ഇന്നലെ 1 കിലോ സവാള വാങ്ങിയായിരുന്നു. അപ്പോൾ സവാള ഏറ്റവും ചിലവുള്ള സംഭവമാണല്ലോ. ഇന്നലെ 1 കിലോ സവാളയെ വാങ്ങിച്ച് 1/2 കിലോ കൊച്ചുള്ളി ഇന്നലെ വാങ്ങിക്കൊണ്ട് വന്നു. അപ്പോൾ ഞാനിങ്ങനെ ഇന്ന് പോയപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു വിട്ട് സവാള വാങ്ങി. വെള്ളം ചൂടാക്കി പോയി. അപ്പോൾ ഈ അരിക്ക് വെള്ളം ഇടുമ്പോൾ വെള്ളം തിളയ്ക്കുന്ന മുമ്പ് അരി എടുപ്പത്തിടണമെന്നല്ലേ പറയാറ്. വെള്ളം തിളച്ചതിന് ശേഷം അരി എടുപ്പത്തിടുകയാണെങ്കിൽ അരി ഇടുന്ന ആളിൻ്റെ ആയുസ് കുറവായിരിക്കും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, എവിടേക്കോ കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അവിടെ ചെറിയ പേടിയുണ്ട്. ഞാനിപ്പോൾ 1.5. അപ്പോൾ ഇന്നിനി ഉച്ചയൂണല്ല ഉണ്ടാക്കാൻ പോണത്, രാത്രി ഊണാണ് ഒരുക്കാൻ പോണത്. അങ്ങനെതാ എൻ്റെ മൈക്ക് എങ്ങനെയോ ഓഫായിപ്പോയി. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞതെല്ലാം ഓളിയം കുറഞ്ഞിട്ട് ആ ഒരു ഇരപ്പും കാര്യങ്ങളും ഒക്കെ വന്നത്. ഞാൻ അറിഞ്ഞില്ല. ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നോക്കിയപ്പോഴാണ് ആ ഒരു സംഭവം കണ്ടത് തന്നെ. അങ്ങനെ ഇനിതാ അരിയൊക്കെ അടുപ്പത്തിട്ട് കേശു നല്ല ഉറക്കമായി. കേശു TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് സമയം അനക്കമില്ലാണ്ട് ഞാൻ പോയി നോക്കിയപ്പോഴേക്കും മോനെ സോഫയിൽ ഇരുന്ന് ഉറങ്ങുന്നുണ്ട്. പിന്നെ മോനെ എടുത്ത് കിടത്തി. അങ്ങനെ എന്താ ചന്ദ്രിക സോപ്പാണ് ചേട്ടൻ വാങ്ങിച്ചത്. അപ്പോഴൊക്കെ ഉണ്ടല്ലോ ഞാൻലി ഡാവോ അങ്ങനത്തെയൊക്കെയാണ് വാങ്ങുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ചേട്ടൻ ചോദിച്ച് ചന്ദ്രിക വാങ്ങുകയെന്ന്. ചന്ദ്രികയുടെ ഒന്നാമത്തെ പ്രശ്നം ഭയങ്കര പതയല്ലേ, പണ്ടൊക്കെ ചന്ദ്രിക പെട്ടെന്ന് അരിഞ്ഞ് തീരും പോലെ തോന്നും. അപ്പോൾ കുറേ നാളായപ്പോഴേക്ക് ഇന്ന് വാങ്ങാമെന്ന് വിചാരിച്ച്. ഇതൊക്കെ ഒരു നൊസ്റ്റും കൂടെയാണ് ചന്ദ്രിക സോപ്പ്. ഇതെനിക്ക് മണപ്പിക്കുമ്പോൾ തന്നെ പണ്ടൊക്കെ എന്തൊക്കെയോ കാര്യങ്ങൾ ഓർമ്മ വരുമ്പോൾ തോന്നും. അങ്ങനെ കുറേ പോർഷൻസൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതുപോലെ ഇരപ്പ് കാരണം ഞാൻ പിന്നെ എഡിറ്റ് ചെയ്ത് കളഞ്ഞ്. ഇനി മീനൊന്ന് കട്ട് ചെയ്യണം. മീൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരിക്കുകയായിരുന്നല്ലോ, അപ്പോൾ അതിനെ എടുത്ത് വെളിയിൽ വെച്ചിട്ട് അപ്പോൾ ചൂര മീനും കട്ട് ചെയ്ത് ചൂര ഒരെണ്ണം വെച്ചിട്ട് ഒരെണ്ണം പൊരിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ കുറേ ദിവസമായി വെച്ചും പൊരിച്ചും കഴിച്ചിട്ട്. അങ്ങനെ ഇനി ചൂര കട്ട് ചെയ്യണമുണ്ട്. ചൂര എനിക്ക് ആദ്യമൊക്കെ ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു കേട്ടോ. നമുക്ക് ആ ഒരു വശം അറിഞ്ഞുകൂടായിരിക്കുമല്ലോ. പിന്നെ അത് പിടികിട്ടിക്കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ചേക്കാളും ഈസിയാവും. അങ്ങനെ അത് കഴിഞ്ഞ് കണവ കട്ട് ചെയ്തപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വേറൊന്നുമല്ല, എനിക്ക് കണവ കട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ തോലുരിച്ചെടുക്കാനായിട്ട് നല്ല ഇഷ്ടമാണ്. പക്ഷേ അതെല്ലാം പറ്റി നമ്മൾ പണ്ട് പഠിച്ചിട്ടില്ലേ കടലിലെ മഷിക്കുപ്പി എന്നൊക്കെ, അതുപോലെ ആ മഷിക്കുപ്പി അങ്ങ് പൊട്ടിപ്പോയി. പിന്നെ അവിടെ ഒന്നും കാണാൻ പറ്റാണ്ട് ഒരു കറ കിടക്കുമല്ലോ വെള്ളം. അങ്ങനെ ഇനിയിപ്പോൾ നിങ്ങൾ കുറേ പേര് ചോദിക്കും നിങ്ങൾ വീട്ടിനകത്തിട്ട് തന്നെ മീൻ കഴുകണമെന്ന്. വെളിയിൽ നല്ല പെരുമഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മിക്കവാറും ഇവിടെ ഇട്ട് തന്നെയാണ് മീൻ കഴുകണം. അതിൽ മീനൊക്കെ വെട്ടണതും കഴുകണതും അല്ല. അതിനുശേഷം അവിടെ ഇതുപോലെ നമ്മൾ ആ ഒരു ലിക്വിഡൊക്കെ ഉപയോഗിച്ചങ്ങ് കഴുകി ഇറക്കും. പിന്നെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളോ ഒന്നും വരില്ല. ഇപ്പോൾ മഴ ഇപ്പോഴൊന്ന് തോർന്നിട്ടുണ്ട്. നല്ല മഴയായിരുന്നു കേട്ടോ. കുറച്ച് സമയത്തേക്ക് ഒരു അരമണിക്കൂർ നേരമെങ്കിലും നിന്നിട്ടുണ്ട്. ഭയങ്കര മഴയായിരുന്നു. അങ്ങനെ ഇനി കഴുകിയൊക്കെ ഇറക്കിയിട്ട് ഇനി ഇതൊക്കെ ഒന്ന് കറിയൊക്കെ വെക്കണം. ഇപ്പോൾ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോഴേക്കും ഒന്ന് ഫ്രഷായ ഒരു ഫീലുണ്ട്. ഗുളികയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ, കൂടാതെ ഞാൻ നോക്കുകയാണ് ജലദോഷം. അപ്പോൾ എല്ലാ മീനും കട്ട് ചെയ്ത് പൊരിക്കാനുള്ളത് മാറ്റി, വെക്കാനുള്ളത് മാറ്റി, തോരൻ വെക്കാനുള്ളതൊക്കെ മാറ്റി എല്ലാം സെപ്പറേറ്റ് ആക്കി വെച്ചു. അപ്പോൾ വീണ്ടും മഴ തോർന്ന് വന്നിട്ട് വീണ്ടും മഴ കൊണ്ട് കൂടണുണ്ട്. അങ്ങനെ ഇനി കണവത്തോരൻ വെക്കണം. കണവത്തോരൻ വെക്കാനായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാനൊന്ന് മിക്സിയിൽ അരച്ചെടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഒരല്പം വെള്ളം ഒഴിച്ചാൽ മതി. കണവയുടെ കാര്യമെന്ന് പറഞ്ഞാൽ കണവയിൽ നിന്ന് വെള്ളം ഊർന്നിറങ്ങുമ്പോൾ ആ വെള്ളം മാത്രം മതി കണവ വേവാനായിട്ട്. ഒരുപാട് വെള്ളം വെക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ഞാൻ ഉപ്പും കൂടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് പച്ചമുളകും കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് ഒരല്പം വെള്ളം ഒഴിച്ചത് വേവാനായിട്ട് വെച്ച് നല്ല കട്ടിയുണ്ടായിരുന്നു കണവയ്ക്ക്. അങ്ങനെ അതിന് ശേഷം ഇനി നമ്മൾ ചൂരക്കറി വെക്കണമല്ലോ, അപ്പോൾ അതിനൊക്കെയുള്ള അരപ്പൊക്കെ തയ്യാറാക്കി അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിതിൻ്റെ റെസിപ്പിയൊക്കെ ഷോർട്സ് ആയിട്ട് ഇടാം. ഇതൊക്കെ റെസിപ്പി ഇപ്പോൾ എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യം തന്നെ, എന്നാലും കുറേ പേര് ചോദിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ റെസിപ്പി എല്ലാം കൂടെ കാണിച്ചുകൊണ്ട് വന്നാൽ വീഡിയോ ഇനിയും ലോങ് ആവും. ഇപ്പോഴേ ഇതിൻ്റെ വീഡിയോ കുറച്ച് ലോങ് ആണെന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. അങ്ങനെ അതൊക്കെ എല്ലാം റെഡിയാക്കിയൊക്കെ വെച്ച് ഇനി മരിച്ചിനി വെക്കണമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ചെറിയ പീസ് രാത്രിത്തേക്ക് മാത്രം മതിയല്ലോ. അപ്പോൾ ആ ഒരു ചെറിയ പീസ് എടുത്ത് അരിഞ്ഞ് അതൊന്ന് ഉടച്ച് വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതൊക്കെ എടുത്തപ്പോഴേക്ക് അവിടെ മീൻ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി കണവയ്ക്ക് അരപ്പിട്ട് കൊടുക്കണം. ഇപ്പോൾ മുളക് പൊടി കുറവാണ്, അപ്പോൾ ഇനി കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. കണവ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ആ കുറച്ച് വെള്ളത്തിൽ മതി, നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അരപ്പൊക്കെ ഇട്ട് ഇളക്കി കുറച്ചും കൂടെ ഇനി മുളക് പൊടി കുറച്ചും കൂടി ഇടാനുണ്ട്.
അപ്പോൾ ആ സമയം കൊണ്ട് ചോറും വെന്ത് അങ്ങനെ ഇനി ചോറും വാർത്ത് വെച്ചിട്ടുണ്ട്. മോൻ നല്ല ഉറക്കം കേട്ടാൽ, നല്ല മഴയും കൂടെയൊക്കെ ആയതുകൊണ്ട് ആൾ നല്ല ഉറക്കം. അപ്പോൾ ഇനി മീൻ പൊരിക്കണം. മീനിലേക്കുള്ള അരപ്പിന് വേണ്ടിയുള്ള സംഭവങ്ങളാണ് ഞാൻ എടുത്തത്. അത് കൊച്ചുള്ളിയും ഒരു 2-3 കൊച്ചുള്ളിയും അതുപോലെ തന്നെ 2-3 പച്ചമുളകിലല്ലേ വറ്റൽ മുളകും കറിവേപ്പിലയും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കും. അതിനുശേഷം ആ മീൻ പൊരിച്ച എണ്ണയിലിട്ട് ഒന്ന് മൂപ്പിച്ച് കോരിയെടുക്കുമ്പോൾ ഒരു അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കും. അപ്പോൾ അതിനുള്ള പൊടിയായി. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ചേട്ടനും ഇവിടെ അമ്മയ്ക്കൊക്കെ എല്ലാവർക്കും മീനൊക്കെ പൊരിച്ചാൽ അതിൻ്റെ പൊടി അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കടുകൊക്കെ താളിച്ച് എല്ലാത്തിലും കൂടെയൊക്കെ ഒഴിച്ചെടുത്താൽ അയ്യോ, രാത്രി ഊണിനുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ എല്ലാം റെഡിയായി. അപ്പോഴേക്കും കേശു ഉണർന്ന് വന്നായിരുന്നു. കേശു ഉണർന്ന് വന്നിട്ട് അവിടെ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കാര്യങ്ങളെല്ലാം കഴിയുകയും ചെയ്ത് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഗേറ്റ് പൂട്ടിയിട്ടിരിക്കും. ഇവിടെ അമ്മയില്ലല്ലോ. അപ്പോൾ എനിക്ക് കേശു ഫ്രണ്ടിൽ കിടന്ന് ഞാനവിടെ സെറ്റിയിൽ കിടത്തും. അകത്ത് കിടത്തിയാൽ മോൻ ഉറങ്ങുകയില്ല. അപ്പോൾ സെറ്റിയിൽ കിടക്കുമ്പോൾ മോനും ഒരു സമാധാനമാണ്. പിന്നെ എനിക്ക് അടുക്കളയിൽ നിൽക്കുമ്പോൾ ഒരു വെപ്രാളമാണ്. മോൻ അവിടെ കിടക്കുകയില്ല. അതുകൊണ്ട് ഞാൻ ഈ 2 സൈഡത്തെ ഗേറ്റും പൂട്ടിയിട്ടാണ് അമ്മയില്ലെങ്കിൽ നിൽക്കുന്നത്. അടുക്കളയിൽ നിൽക്കുമ്പോൾ മാത്രം. അങ്ങനെ ചോറൊക്കെ റെഡിയായി. ഇനി കേശുവിനും ചോറ് കൊടുത്ത് എനിക്കും ചോറ് കഴിക്കണം. അപ്പോൾ ചോറും കണവത്തോരനും മരിച്ചിനിയും മീൻ പൊരിച്ചതും അതുപോലെ തന്നെ ചൂരക്കറിയും എല്ലാം എടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ കണ്ടപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ വയറ് നിറഞ്ഞു. അപ്പോൾ ഇനി കേശുവിന് ചോറും കൊടുത്ത് ചോറും കഴിച്ചിട്ട് ഇനി രാത്രി ഇത്രയും സംഭവങ്ങൾ, നല്ല ചൂട് മീൻകറിയൊക്കെ ഉള്ളതുകൊണ്ട് ചേട്ടനും ചോറ് മതി. ഇനി ഞങ്ങൾ 2 ആളും കൂടെ ചോറ് കഴിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ TVയും കണ്ട് അടിയും കൂടിയൊക്കെ ഇരിക്കുമ്പോഴേക്ക് ചേട്ടൻ വരും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ. ഞങ്ങളുടെ വിശേഷങ്ങൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളിത് കാണുന്നത് FBയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം. അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഞങ്ങളുടെ പുതിയ വീഡിയോയും പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. പിന്നെ എല്ലാവരും ചോദിച്ചായിരുന്നു വെള്ളം വന്നോ ചേച്ചി എന്ന്. എനിക്ക് കുറേ മെസ്സഞ്ചറിലൊക്കെ വരണുണ്ട്. എന്തായാലും അടികൂടി വെള്ളം വെള്ളമൊക്കെ കൊണ്ടുവന്നതിന് ശേഷം വെളുപ്പാൻ രാവിലെ ആയപ്പോഴേക്ക് ഞങ്ങൾക്ക് വെള്ളം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്രയും സമാധാനം. ഇപ്പം വെള്ളം നല്ല സ്പീഡിലൊക്കെ വരണുണ്ട്. നമ്മൾ എല്ലാ പാത്രങ്ങളും തുണിയൊക്കെ ഒരു കുന്നായിട്ട് ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ എല്ലാം കഴുകിയൊക്കെ ഇട്ട് പാത്രങ്ങളൊക്കെ കഴുകി വീടൊക്കെ ഒന്ന് കഴുകി എല്ലാം ഇപ്പം നല്ലതായിട്ട് പോകണം. ഇനി എപ്പോഴാണ് അടുത്തതെന്നറിയില്ല.